ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വമെടുക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾ പലപ്പോഴും നമ്മുടെ അടുത്ത് കടന്നു വന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ അവർ പറയാറുണ്ട് അല്ലേ. അവർക്ക് ഇന്ന കാര്യം വേണം, ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങണം. അവരവരുടെ ആവശ്യങ്ങൾ അവരുടെ അപ്പൻ്റെ അടുത്ത് വന്നിട്ട് അവർ വളരെ രസമായിട്ട് അവർ പറഞ്ഞിട്ട് അവർ പോകാറുണ്ട്. ഇതെങ്ങനെ ചെയ്തു തരുമെന്നോ, ഇതിനെന്ത് ചിലവ് വരുന്നോ, നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള കാശുണ്ടെന്നോ ഒന്നും നോക്കിയിട്ടല്ല അവരവരുടെ കാര്യം പറഞ്ഞു, അവർ തിരിച്ചുപോയി. അത്രയേ ഉള്ളൂ അല്ലേ. അവർക്കത് അറിയേണ്ട കാര്യമില്ല. കാരണം അവർക്കത് എങ്ങനെ ചെയ്തു തരുമെന്നൊന്നും അവർ ആലോചിക്കുക പോലും ചെയ്യണില്ല. ഇതേപോലെ ഈശോയുടെ സന്നിധിയിൽ നമുക്കും ആയാലും ഈശോ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുകയെന്ന്. അതേപോലെ നമ്മുടെ സന്നിധിയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പറയാം. ഒരു കുഞ്ഞു ഹൃദയവുമായിട്ട് ഈശോയുടെ സന്നിധിയിൽ ഒരു അപ്പൻ്റെ അടുത്ത് പോയിരുന്ന് പറയുന്നത് പോലെ, അപ്പ എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മുടെ സന്നിധിയിൽ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പോയിരുന്ന് പറഞ്ഞാൽ അവൻ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കും. നിൻ്റെ പ്രശ്നം നിൻ്റെ കണ്ണിൽ തീരാവുന്നതല്ല, നീ ചിന്തിച്ചാൽ തീരാവുന്ന കാര്യങ്ങളല്ല. ഒരു കുഞ്ഞിനും അങ്ങനെ തന്നെയാണല്ലേ. കുഞ്ഞത് ചിന്തിക്കുക പോലും ചെയ്യണില്ല, നിന്നെ കൊണ്ടത് ചെയ്യാൻ കൂട്ടി പറ്റുമെന്ന് പോലും ചിന്തിക്കുന്നില്ല. അതുപോലെ നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. കാരണം നിൻ്റെ പ്രാപ്തനായിട്ടുള്ള കർത്താവാണ് നിൻ്റെ കൂടെയുള്ളത്. അവൻ അതിന് കഴിവുള്ളവനാ. അവൻ അതിൻ്റെ തക്ക സമയത്ത് ക്രമീകരിച്ച് നടത്തുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ നീ നിൻ്റെ വിഷയങ്ങളെ കുഞ്ഞു ഹൃദയവുമായിട്ട് ഈശോയുടെ സന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അവർ നടത്തിക്കോളും. ആമേൻ.